ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 8 മറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ. മറിയം അമലോത്ഭവയാണ്, അതായത് ഉത്ഭവപാപമില്ലാതെ ജനിച്ചവളാണ് എന്നുള്ളതിന് ബൈബിളിൽ തെളിവുകളുണ്ടോ? ഇത് കത്തോലിക്ക സഭ കണ്ടുപിടിച്ച ഒരു സംഗതിയാണോ അതോ തിരുവചനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതോ? നന്മ നിറഞ്ഞ മറിയമേ എന്ന് കത്തോലിക്കര് പ്രാർത്ഥിക്കുന്നത് ശരിയാണ്. അങ്ങനെ നന്മ നിറഞ്ഞവൾ എന്ന് ബൈബിളിലെ ഏതെങ്കിലും വാക്കുകൾ തർജ്ജമ ചെയ്യാൻ പറ്റുമോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറിയം അമലോത്ഭവയാണ് എന്നതിന്റെ രണ്ട് തെളിവാണ് ഞാൻ ഇപ്പോൾ ഹാജരാക്കുന്നത്. ധാരാളം തെളിവുകളുണ്ട്. 2 മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നത്. ഒന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും മറ്റൊന്ന് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ നിന്നും. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഒരു വംശാവലിയോട് കൂടിയാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി പുസ്തകം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു, യാക്കോബ് യൂദായുടെയും സഹോദരന്മാരെയും പിതാവായിരുന്നു എന്ന് പറഞ്ഞു പോകുകയാണ്. പിതാവായിരുന്നു എന്നല്ല ശരിക്കും തർജ്ജമ വേണ്ടത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ വന്ന് 16ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മത്താൻ യാക്കോബിന്റെ പിതാവായിരുന്നു, യാക്കോബ് ജോസഫിന്റെ പിതാവായിരുന്നു. ഈ 2ാമത്തെ വാക്യം മുതൽ 16ാമത്തെ വാക്യം വരെ ഒരൊറ്റ ഫോർമുലയാണ്. അങ്ങനെ ഒരേ സൂത്രവാക്യമാണ് മത്തായി ഉപയോഗിച്ചത്. അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു. അങ്ങനെ 16ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം വരെയും അങ്ങനെയാണ്. മത്താൻ യാക്കോബിന്റെ പിതാവായിരുന്നു, യാക്കോബ് ജോസഫിന്റെ പിതാവായിരുന്നു. സ്വാഭാവികമായും നമ്മൾ അടുത്ത് എന്താ പ്രതീക്ഷിക്കുക? അടുത്ത് പ്രതീക്ഷിക്കേണ്ടത് ജോസഫ് യേശുവിന്റെ പിതാവായിരുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. പിന്നെന്താണ് അവിടെ കാണുന്നത്? ജോസഫ് മറിയത്തിന്റെ ഭർത്താവായിരുന്നു. അതുവരെ പിതാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ് ജോസഫ് മറിയത്തിന്റെ ഭർത്താവായിരുന്നു. അവരിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിപ്പിക്കപ്പെട്ടു എന്നാണ് വേണ്ടത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്നാണ്. ഇവിടെ ഈശോ ജനിപ്പിക്കപ്പെട്ടു, ദൈവം ജനിപ്പിച്ചതർത്ഥം. എന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ വംശാവലി ജോസഫിൽ വന്നപ്പോൾ നിന്നുപോയത്? മറിയത്തിലേക്ക് എത്തിയില്ലല്ലോ. വംശാവലി മറിയത്തിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട്? വംശാവലി എന്ന് പറഞ്ഞാൽ ഒരു പൂർവ്വപിതാക്കന്മാരുടെ ഒരു പട്ടികയല്ല. അങ്ങനെയല്ല ബൈബിൾ കണക്കാക്കിയത്. ആദ്യം നമുക്ക് ഏറ്റവും നല്ല വംശാവലി തുടങ്ങുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിലാണ്. ദിനവൃത്താന്തകാരൻ അന്ന് വരെയുള്ള ലോക ചരിത്രം ഒരു വംശാവലി പട്ടികയിൽ അവതരിപ്പിക്കുക. ഒരാളുടെ ചരിത്രത്തിൽ ആ ഗോത്രത്തിന്റെയോ ആ തലമുറയുടെയോ ചരിത്രം ഉൾക്കൊള്ളിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ 930 വർഷം ജീവിച്ചു, 960 വർഷം ജീവിച്ചെന്ന് പറഞ്ഞാൽ അയാൾ ജീവിച്ചത് മാത്രമല്ല അർത്ഥം, മറിച്ച് അയാളും അയാളുടെ ഗോത്രവും അല്ലെങ്കിൽ അയാളുടെ സംസ്കാരവും എന്നാണ്. അപ്പോൾ ഒരാളിൽ തന്നെ 1000 വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുത്തി നിറച്ചിട്ടാണ് ഈ വംശാവലി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ വംശാവലി എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യവംശത്തിന്റെ ചരിത്രം എന്നാണ്. ലൂക്കാസിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് ആദാം വരെ എന്ന് എത്തുന്നത്. മത്തായി അബ്രഹാം തൊട്ടാണ് തുടങ്ങുന്നത്. ലൂക്കാസിൽ ആദാം വരെയാണ്, 3ാമത്തെ അധ്യായത്തിൽ ആദാം വരെയാണ്. അപ്പോൾ പഴയ മനുഷ്യവംശത്തിന്റെ ചരിത്രം രത്നചുരുക്കമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് വംശാവലി. പഴയ മനുഷ്യവംശം അതിൽ പെട്ടവളല്ല മറിയം. മറിയത്തിലേക്ക് എത്തുമ്പോൾ ഈ വംശാവലി പിളർന്നു മാറുകയാണ്. ജോസഫോട് കൂടിയാണ് ആ വംശാവലി തീരുക. മറിയം പഴയ മനുഷ്യവംശത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ടാണ് വംശാവലി മറിയത്തിലെത്തുമ്പോൾ പിളർന്നു മാറുന്നതും ഒരു പുതിയ തുടക്കത്തിന് ആരംഭം കുറിക്കുന്നതും. എന്താണ് പുതിയ തുടക്കം? ആദാം ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനായിരുന്നു, മാംസത്തിന്റെ മനുഷ്യനായിരുന്നു, ഭൗതിക മനുഷ്യനായിരുന്നു, ഇഹലോകത്തിന്റെ താഴെ നിന്നുള്ളവൻ. 1 Corinthians 15:45-48 ഒരു വായിച്ചിൽ കാണാം. അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, ആത്മാവിന്റെ മനുഷ്യനാണ്. അപ്പൊ പുതിയ മനുഷ്യനെ, സ്വർഗത്തിലുള്ള മനുഷ്യനെ, ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനല്ല, സ്വർഗത്തിലുള്ള മനുഷ്യനെ, ആത്മാവിന്റെ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ്. അത് ഒരു പുതിയ സ്ത്രീയിലൂടെയാണ്. ആ സ്ത്രീ പഴയ മനുഷ്യവംശത്തിന്റെ ആളല്ല. ആത്മാവിന്റെ മനുഷ്യനെ, സ്വർഗത്തിലുള്ള മനുഷ്യനെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്ന സ്ത്രീ പഴയ മനുഷ്യവംശത്തിൽപ്പെട്ട ആളല്ല. ഇതാണ് വംശാവലി പിളർന്നു മാറാനുള്ള കാരണം. മറിയത്തിലെത്തുമ്പോൾ ഒരു തെളിവ്: മറിയം പഴയ മനുഷ്യവംശത്തിൽപ്പെട്ട ആളല്ല. ദൈവത്തിന്റെ മനുഷ്യനെ, സ്വർഗത്തിലുള്ള മനുഷ്യനെ, ആത്മാവിന്റെ മനുഷ്യനെ പുതിയൊരു സ്ത്രീയിലൂടെ, പഴയ മനുഷ്യവംശത്തിൽ ഉൾപ്പെടാത്ത ഒരു സ്ത്രീയിലൂടെ ദൈവം അവതരിപ്പിക്കുന്നുവെന്നാണ് മത്തായി വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതിനെ പിന്താങ്ങുകയാണ് ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാം വാക്യം.
ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ, അത് അടിവരയിട്ട് പറയണം, ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ വന്നു എന്നാണ്, പ്രത്യക്ഷപ്പെട്ടെന്നല്ല, വന്നു. ആദ്യം മറിയത്തോട് പറയുന്നത് ഹൈറെ കെഹരിത്തോമനെ എന്നാണ്. ഹൈറെ കെഹരിത്തോമനെ. ഹൈറെ നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യാറുണ്ട്, അത് ശരിയാണ് താനും. പക്ഷെ ആക്ഷരികമായിട്ട് ആനന്ദിച്ചാലും എന്നാണ്, ആനന്ദിച്ചാലും. പിന്നെ പറഞ്ഞത് കെഹരിത്തോമനെ, ഹൈറെ കെഹരിത്തോമനെ. മറിയത്തിന്റെ പേര് വിളിച്ചിട്ടില്ല. നിങ്ങൾ ബൈബിൾ എല്ലാ മാലാഖമാരും പ്രത്യക്ഷപ്പെടുന്ന ഏത് രംഗം നോക്കിയാലും അവിടെ ഒക്കെ ദൈവമാണെങ്കിലും മാലാഖയാണെങ്കിലും പേര് വിളിക്കും ആദ്യം. അബ്രാം അബ്രാം, അല്ലെങ്കിൽ മോശെ മോശെ, ഇങ്ങനെ പേര് വിളിക്കാതെ ശീർഷകം അല്ലെങ്കിൽ സ്ഥാനം, പദവിനാമം വിളിച്ചിട്ടുള്ള ഒരു ടൈറ്റില് വിളിച്ചിട്ടുള്ള ഒരേ ഒരു രംഗമാണിത്. അതായത് മറിയത്തിന്റെ പേര് മാറ്റി പോലെയാണ്. ഹൈറെ കെഹരിത്തോമനെ എന്ന വാക്കുകൊണ്ട് മറിയം എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഹൈറെ കെഹരിത്തോമനെ എന്നാണ് ഈ ഗബ്രിയേൽ മാലാഖ പറയുന്നത്. ഞാൻ തർജ്ജമ ചെയ്യാത്തത് ഹൈറെ കെഹരിത്തോമനെ, ഇച്ചിരി കഴിഞ്ഞിട്ട് അതിന് തർജ്ജമ നൽകാം. അപ്പോൾ ഗബ്രിയേൽ മാലാഖ മറിയമേ എന്ന് വിളിക്കാതെ ആനന്ദിച്ചാലും കെഹരിത്തോമനെ എന്നാണ് വിളിക്കുന്നത്. മറിയത്തിന്റെ പേര് മാറ്റിയിരിക്കുന്നു. ഹൈറ എന്നതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ആനന്ദിച്ചാലും. എന്താണ് കെഹരിത്തോമനെ എന്ന് പറഞ്ഞാൽ? കെഹരിത്തോമനെ കത്തോലിക്കർക്ക് പരിചിതമായ തർജ്ജമ നന്മ നിറഞ്ഞവൾ എന്നാണ്. നന്മ നിറഞ്ഞവൾ. ഇപ്പോ കൃപ നിറഞ്ഞവൾ എന്നും കത്തോലിക്കർക്ക് പരിചയമുണ്ട്. ഇത് വുൾഗാത്തയിൽ, ലത്തീൻ വുൾഗാത്തയിൽ വിശുദ്ധ ജെറോം 4ാം നൂറ്റാണ്ടിൽ 5ാം നൂറ്റാണ്ടിൽ തർജ്ജമ ചെയ്തപ്പോൾ ഗ്രാസിയ പ്ലാന, ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ എന്ന് തർജ്ജമ ചെയ്തു. പക്ഷെ ആ തർജ്ജമ പോരാ. കാരണം കൃപ നിറഞ്ഞവൻ എന്ന് എസ്തപ്പാനസിനെ വിളിക്കുന്നുണ്ട് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 6ാമത്തെ അധ്യായത്തിൽ. കൃപ നിറഞ്ഞവൻ, അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്ലേരേസ് ഹാരിത്തോസ് എന്നാണ്. പ്ലേരേസ് ഹാരിത്തോസ്, കെഹരിത്തോമനെ എന്നല്ല. അപ്പൊ നന്മ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവൾ എന്നാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിച്ചതെങ്കിൽ പ്ലേരേസ് ഹാരിത്തോസ് എന്ന് പറയേണ്ടിയിരുന്നേ. അങ്ങനെയാണ് എസ്തപ്പാനസിനെ വിളിച്ചിരിക്കുന്നത്. സ്തെഫാനസിനെ വിളിച്ചിരിക്കുന്നത് കൃപ നിറഞ്ഞവൻ. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലെ പറയണം ഞാൻ, 6ാമത്തെ അധ്യായത്തില്. അപ്പോൾ കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്നൊന്നും മറിയത്തെ വിളിച്ചാൽ പോരാ. കാരണം അതിനുള്ള വാക്ക് വേറെയാണ്, പ്ലേരസ് ഹാരിത്തോസ് എന്നാണ്. ഇവിടെ വിളിച്ചതോ കെഹരിത്തോമനെ. എന്താണ് കെഹരിത്തോമനെ? ഇത് തർജ്ജമ ചെയ്യാൻ വലിയ പാടാണ്. അപ്പൊ അതിന് ഞാൻ 3 കഷ്ണമായിട്ട് പറയാതെ, ഇച്ചിരി കട്ടിയാണ്, പക്ഷെ നിങ്ങൾ കേൾക്കണം. ഈ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മൂലകൃതികൾ ആശ്രയിച്ചാണ്. മലയാളം പരിഭാഷയോ ഇംഗ്ലീഷ് പരിഭാഷ ആശ്രയിച്ചിട്ടല്ലല്ലോ. അപ്പം മൂലഭാഷയിൽ ഗ്രീക്കിലാണ്. കെ ഹാരിത്തോ മേനെ, ഇങ്ങനെ 3 ഭാഗമുണ്ട്. കെ ഹാരിത്തോ മേനെ. ഹാരിത്തോ, ഹാരിസ് കൃപ, ഹാരിസ് കരിസ്മാറ്റിക് ഇല്ലേ, ഹരിസ്മാത്ത എന്നൊക്കെ പറയില്ലോ. ഹാരിസ് എന്ന് പറഞ്ഞാൽ കൃപ, കൃപ. ഹാരിത്തോ എന്ന് പറയുന്നത് ഹാരിസ് എന്ന നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയയാണ്. ഡിനോമിനേറ്റീവ് വെർബ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡിനോമിനേറ്റീവ്, നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയ. ഹാരിത്തോ എന്നതിന് കൃപ എന്നർത്ഥം. ആ നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയയ്ക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം, നിർമ്മിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നാണ് ആ വാക്കിനർത്ഥം. ഹാരിത്തോ എന്ന വാക്കിന് ഇവിടെ അർത്ഥം കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നാണ്. കൃപ നിറഞ്ഞവൾ എന്നല്ല, കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ. ഹാരിത്തോ എന്ന വാക്കിന് കാരണം ഹാരിസ് എന്ന നാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്രിയയാണ്, ഡിനോമിനേറ്റീവ് വെർബാണ് ഹാരിത്തോ. ഹാരിത്തോ, കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ. ഇങ്ങനെ നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയയ്ക്ക് ഭാഷയിൽ പൂർണ്ണത എന്ന അർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ടാണ് നന്മ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവൾ എന്നൊക്കെ വിശുദ്ധ ജെറോം വുൾഗാത്തയില്, ലത്തീൻ വുൾഗാത്തയില് തർജ്ജമ ചെയ്തത്. അതും പോരാന്ന് ഞാൻ പറഞ്ഞു, ആ തർജ്ജമ പോലും പോരാന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഹാരിത്തോ എന്ന വാക്കിന് തൊട്ട് മുമ്പ് കെ എന്നുണ്ട്. കെ കംപ്ലീറ്റ് വെർബ് അല്ലെങ്കിൽ പെർഫെക്റ്റഡ് വെർബിനാണ് കെ എന്ന് ഉപയോഗിക്കുക. അതായത് പണ്ട് സംഭവിച്ചതാണ് പെർഫെക്റ്റഡ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ? ഐ സോ, ഞാൻ കണ്ടു. ഐ ഹാവ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെ? ഐ ഹാവ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഗതിക്കാണ് ഈ പെർഫെക്റ്റ് വെർബ് എന്ന് പറയണേ. അപ്പോൾ കൃപയിൽ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞവൾ, അവള് പണ്ട് മുതലേ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നാണ് അതിന്റെ അർത്ഥം. പണ്ട് സംഭവിച്ചതാണ്. പണ്ട് മുതലേ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നവൾ, പണ്ട് മുതലേ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നവൾ എന്നാണ് കെ ഹാരിത്തോ എന്നതിനർത്ഥം. കെ ഹാരിത്തോ. ഇനി അതിന്റെ അവസാനം കെ ഹാരിത്തോ മെനെ. മെനെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ കൈ പൊക്കുന്നു, ഞാൻ നിങ്ങളെ നോക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ സംസാരിക്കുന്നു,
കണ്ടിന്യൂവസ് ടെൻസ് ആണ്. മേന എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവസ്. അപ്പോ പണ്ട് സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായൊരു കാര്യമാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയണേ. അപ്പൊ എങ്ങനെ തർജ്ജമ ചെയ്യും? പണ്ട് മുതലേ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ, അങ്ങനെ തർജ്ജമ ചെയ്താൽ ഏകദേശം അടുത്ത് വരും. പണ്ട് മുതലേ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ, പണ്ട് സൃഷ്ടിക്കപ്പെട്ടു, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് തർജ്ജമ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഒരു പാരഫ്രൈസ് ചെയ്യാം. അതായത് ദൈവകൃപയുടെ കനാല് ലോകാരംഭം മുതൽ ആരിലേക്കാണോ വന്നുകൊണ്ടിരുന്നത് അവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. ദൈവകൃപയുടെ അരുവി, കനാല് ആരിലേക്കാണോ ലോകാരംഭം മുതൽ വന്നുകൊണ്ടിരുന്നത് അവളെ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം, ഈ ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. ദൈവമായ ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. അപ്പൊ തന്റെ പുത്രന്റെ ഭാജനമാകാൻ, അമ്മയാകാൻ പണ്ട് മുതൽ, ലോകാരംഭം മുതൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം. ഈ എഫെസ് ലേഖനത്തില് ഇല്ലേ, അവൻ മുൻകൂട്ടി തെരഞ്ഞെടുത്തവരെ അവൻ ഇല്ലേ ആശീർവദിച്ചോ അനുഗ്രഹിച്ചതൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് മറിയത്തിലാണ്. ലോകാരംഭത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് മറിയത്തിന്റെ മേന്മകളിൽ ഏറ്റവും വലുത്. മറിയത്തിന് യാതൊരു മേന്മയുമില്ല, സാധാരണ സ്ത്രീയെ പോലെയാണ് എന്ന് പെന്തക്കോസ്തുകാർ പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തൊരു മണ്ടന്മാരാണ് അവര്. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും അവൾക്ക് പ്രാധാന്യം വരും. ഒരു MLA ആയി ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും പ്രാധാന്യം വരും. ദൈവമാതാവാകാൻ, കർത്താവിന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവള്, അവൾക്ക് പ്രാധാന്യമില്ലേ? പിന്നെ ഒരു ഒബ്ജക്ഷൻ പറയുന്നത് അവള് ശുദ്ധീകരണത്തിന് വേണ്ട ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ദേവാലയത്തിൽ പോയിന്നാ. ആ ശുദ്ധീകരണം പാപത്തിന് ശുദ്ധീകരണമാണോ? അല്ലല്ലോ. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ 40 ദിവസത്തേക്കും പെൺകുട്ടിയെ പ്രസവിച്ചാൽ 80 ദിവസത്തേക്കും ഒരു യഹൂദ സ്ത്രീ ആചാരമനുസരിച്ച് അശുദ്ധിയാണ്. ആചാരം, പാപത്തിനുള്ള അശുദ്ധിയല്ല. ആ ആചാരം സംബന്ധിച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി പോയെന്നാണ്. യേശുക്രിസ്തു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ മാമോദീസ എന്തിനെ സ്വീകരിച്ചേ? അവനൊരു പാപം ഉണ്ടായിരുന്നോ? പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം അത് ക്രിസ്തു എന്തിനെ സ്വീകരിച്ചത്? അത് പാപം മാറ്റാനല്ലല്ലോ, പാപികളോട് താതാത്മ്യം പ്രാപിക്കാൻ. ഇതുപോലെ തന്നെ പാപമില്ലാത്ത കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറിയം പാപങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല ദേവാലയത്തിൽ പോയത്. ആചാരമനുസരിച്ച് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ ആചാരമനുസരിച്ച് 40 ദിവസത്തേക്കും പെൺകുട്ടിയെ പ്രസവിച്ചാൽ 80 ദിവസത്തേക്കും അവള് ആചാരമനുസരിച്ച് അശുദ്ധിയുണ്ട്. അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പോയത്, അല്ലാണ്ട് പാപങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല. ചുരുക്കത്തില് ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ പേര് മാറ്റി. എന്താണ്? നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ. അത്രയും പോരെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്? കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ. നന്മയിൽ, ആ വാക്കിന് അങ്ങനെയുണ്ട്. ഈ ഹാരിസ് എന്ന വാക്കിന് കൃപ എന്ന് മാത്രമല്ല, നന്മ എന്നർത്ഥമുണ്ട്. അപ്പോൾ നന്മയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ, ലോകാരംഭം മുതൽ ഇപ്പോഴും എപ്പോഴും. ഇതിന്റെ വെളിച്ചത്തിലാണ്. ഇതിനും പിന്നെ അനേകം ടെക്സ്റ്റുകളുണ്ട്. ഈ 2 ടെക്സ്റ്റുകൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പഴയ മനുഷ്യവംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ല മറിയം. കാരണം എന്താണ്? അവൾ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളാണ്. അത് ദൈവപുത്രന്റെ അമ്മയാകാൻ മറിയത്തെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് മറിയത്തിന്റെ മേന്മയിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിനോട് മറിയം സഹകരിച്ചു. ഇതാണ് ഈ അമലോത്ഭവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിലെ തെളിവ്. ഇതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് മുമ്പ് വീഡിയോസ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറിയത്തിന് അമലോത്ഭവം എന്ന പേരിൽ തന്നെ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. നമുക്ക് എത്രയോ വലിയ അമ്മയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ അമ്മയാണ്, യേശു തന്റെ അമ്മയാണ് കുരിശൻ ചുവട്ടിൽ വെച്ച് നമുക്ക് അമ്മയായി നൽകിയത്. യേശു സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്ക് അമ്മയായി നൽകി. അതായത് യേശുവിന്റെ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കാത്ത ഒരാളും തന്നെ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. ഞാനൊന്ന് ആവർത്തിക്കുക. യേശുവിന്റെ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കാത്ത ഒരാളും തന്നെ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യന് യേശുവിന്റെ അമ്മയെ അമ്മയായി നൽകി. ഇതാണ് എന്റെ അമ്മ. ആ ശിഷ്യൻ അവളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു. സ്വന്തമായി സ്വീകരിച്ചതാണ് കുറച്ചുകൂടെ നല്ല പരിഭാഷ. അപ്പൊ യേശു സ്നേഹിക്കുന്ന ശിഷ്യന്മാര് യേശുവിന്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചാലേ ക്രിസ്ത്യാനിയാകൂ, രക്ഷ പ്രാപിക്കൂ. ഇത് തിരുവചനമാണ്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനമാണ് നമ്മൾ പറയുന്നത്. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ. അപ്പൊ എന്തുമാത്രം വെയിറ്റേജ്, എന്തുമാത്രം കനം അതിന് കൊടുക്കണം ആ തിരുവചനത്തിന്. ആ വചനത്തെ ഇങ്ങനെ
വളച്ചൊടിച്ച് മറിയം പാപിനിയായ ഒരു സ്ത്രീയാണെന്ന് അവതരിപ്പിക്കുന്നവര് അവരുടെ നാവ് പിശാചിൽ നിന്ന് വരുന്നതാണ്. കാരണം ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ വചനത്തെയും ഈ അവഹേളിക്കുന്നവര് അവര് ക്രിസ്തുവിന്റെ ആളുകളല്ല. എത്രയൊക്കെ ക്രിസ്തുവിന്റെ ആളുകളാന്ന് പറഞ്ഞാലും ക്രിസ്തുവിന്റെ ആളുകളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ക്രിസ്തുവിന്റെ വചനത്തെയും ക്രിസ്തുവിന്റെ അമ്മയെയും അവഹേളിക്കുന്നവര് അവര് തിരുവചനത്താൽ നയിക്കപ്പെടുന്നവരല്ല, പിശാചിനാൽ നയിക്കപ്പെടുന്നവരാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ കുറ്റമൊക്കെ പറഞ്ഞത്, കുറ്റമൊക്കെ ഒരുപാട് കുറ്റങ്ങളുണ്ട് കത്തോലിക്ക സഭയിൽ. പക്ഷേ ആ കുറ്റം നികത്തേണ്ടത് സഭയിൽ നിന്ന് വിട്ടുപോയിട്ടല്ല, സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. സഭയിൽ തിന്മകളുണ്ട്, സംശയം എന്താ ഉള്ളേ? പത്രോസ് വീണുപോയവനാണ്, പൗലോസ് കൊലപാതകം ചെയ്തിട്ടുള്ളവനാണ്, മറ്റു ശിഷ്യന്മാർ ഒളിച്ചോടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങള് സ്ലീഹന്മാർക്കൊണ്ട് സഭയിലുണ്ട്. പക്ഷേ ഉള്ളിൽ നിന്നുകൊണ്ടാണ്, വേറെ പുറത്തുപോയി സഭ സ്ഥാപിച്ചിട്ടല്ല. പ്രവാചകന്മാരെല്ലാം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരൊന്നും സഭ വിട്ടുപോകുകയോ ഇസ്രായേലിന്റെ സഭ വിട്ടുപോകുകയും വേറെ സഭ തുടങ്ങല്ല ചെയ്തത്. ഉള്ളിൽ നിന്ന് വേണം. സഭ ഒരു കുടുംബമാണ്, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഉള്ളിൽ നിന്ന് തിരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ ശ്രമമാണ് വലുത്. ചിലപ്പം തിരുത്തപ്പെടും, ചിലപ്പോൾ തിരുത്തപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുക. ഈ പോരാട്ടമാണ് ജീവിതം. ഈ പോരാട്ടത്തിനാണ് പ്രതിഫലം നൽകുന്നത്, വിജയത്തിനല്ല. പോരാട്ടത്തിനാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത്, വിജയത്തിനല്ല. അതിനാൽ ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, 7 സഭകളുടെ കുറവുകളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്നാൽ വിജയിക്കുന്നവന് ഞാൻ കിരീടം നൽകും, വിജയിക്കുന്നവന് ഞാൻ മന്ന നൽകും, വിജയിക്കുന്നവന് ഞാൻ ജീവന്റെ വൃക്ഷത്തിൽ ഫലം നൽകും. വിജയിക്കുന്നവന് പോരാട്ടം നൽകി, പോരാട്ടത്തിൽ ഏർപ്പെട്ട് വിജയിക്കുക. പോരാട്ടത്തിലായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിജയിക്കുന്നത് സഭയാണ്, വ്യക്തികളല്ല. സഭയാണ് വിജയിക്കുക. സഭ വിജയിച്ചു കൊണ്ടിരിക്കും. അതിനാൽ ഈ സഭയിലെ തിന്മകൾ കണ്ടിട്ട് പുറത്തു പോകാതെ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ പോരാടുക. അത് ഒട്ടും എളുപ്പമല്ല. പക്ഷെ ആ പോരാട്ടമാണ് കർത്താവ് വിളിക്കുന്നത്. അതേസമയം തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് വേണം നമ്മൾ പോരാടാൻ. മറിയത്തിന്റെ അമലോത്ഭവത്തിന് വളരെ വ്യക്തമായ തെളിവുകൾ തിരുവചനത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇത്ര നല്ല അമ്മയെ നമുക്ക് നൽകിയ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇത്ര നല്ല അമ്മയെ നമുക്ക് കിട്ടിയ ആ അമ്മയെ നമുക്ക് സ്നേഹിക്കാം. ആ അമ്മ കാനായില് ഇല്ലേ, ഈ കല്യാണാവസരത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ സഹായിച്ചതുപോലെ നമ്മളും, അതും തിരുവചനമാണല്ലോ, ഇപ്പോഴും സഹായിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് തിരുവചനമായിട്ട് അത് കണക്കാക്കുന്നത്. ആ മറിയത്തിന്റെ സഹായം നമുക്ക് ഇപ്പോഴും തേടുകയും ചെയ്യാം. അങ്ങനെ ഈ അമലോത്ഭവിയായ അമ്മയുടെ പാപം ചെയ്യാത്ത മക്കളായി ജീവിക്കാനുള്ള ആ വലിയ കൃപയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനാൽ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ, ഹൈറെ കഹരി തൊമനെ, ആനന്ദിച്ചാലും കൃപയിൽ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ എന്ന് തന്നെ മറിയത്തെ വിളിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ആ അമ്മയെ സ്നേഹിക്കാനും ആ അമ്മയുടെ സ്നേഹത്തിന് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.